എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് DIY ബുക്ക്മാർക്സ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ഷീറ്റ് പേപ്പറിൽ ഞാൻ എനിക്ക് വേണ്ട ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചതിന് ശേഷം ഷേപ്പ് മേക്കർ സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രഷ് പെൻസ് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. കളർ ചെയ്തതിന് ശേഷം ഞാൻ ചെറിയൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബി എ റെയിൻബോ ഇൻ സമ്മൺസ് ക്ലൗഡ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബുക്ക് മാർക്ക് ഇവിടെ റെഡിയാണ്. അടുത്ത ബുക്ക് മാർക്കിനായിട്ട് നമുക്ക് വേണ്ട അളവിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒട്ടിക്കാനായിട്ട് ഒരു ജൂട്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളെടുത്ത പേപ്പറിനേക്കാളും കുറച്ച് ചെറുതായിട്ട് വേണം ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ജൂട്ട് പീസ് ആ പേപ്പറിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം പേപ്പറിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചിങ് ചെയ്തിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഹോളിലൊരു കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മാർക്കർ വെച്ചിട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബുക്ക് മാർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ബുക്ക് മാർക്കിനായിട്ട് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് വേണ്ട ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെൻസിലിൻ്റെ ആ മെറ്റാലിക് ഭാഗം വരുന്ന അവിടെ ആയിട്ട് ഞാനൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടറ്റത്തും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പെൻസിലിൻ്റെ ആ ലെഡ് വരുന്ന ഭാഗത്തായിട്ട് ഒരു സിൽവർ ബ്രഷ് പെൻ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പെൻസിലിൻ്റെ ആ ഷാർപ്പൻ ചെയ്യുന്ന ഭാഗം അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കോട്ട് ഇതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്.
ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് അടുത്ത ബുക്ക് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണ്ട അളവിൽ ട്രയാങ്കുലർ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട്. മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ട്രയാങ്കിൾ വെച്ചിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആദ്യം മുറിച്ചെടുത്ത ട്രയാങ്കുലർ ഫെൽറ്റ് ഷീറ്റും ഈ പേപ്പറും കൂടി വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത് തുന്നാൻ വേണ്ടിയിട്ട്. ആ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ നടുവിലായിട്ട് ഞാൻ പി എന്ന ലെറ്റർ ഒന്ന് തുന്നിക്കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കോട്ട് കൂടി എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതൊരു കോർണർ ബുക്ക് മാർക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ പേജസിൻ്റെ കോർണറിലായിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ബുക്ക് തുറക്കാതെ തന്നെ ഇതിരിക്കുന്നത് നമുക്ക് കാണാനും പറ്റും. പേജസ് അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പേപ്പർ ഞാൻ വേണ്ട അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വാട്ടർ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റാൻഡമായിട്ട് പേസ്റ്റൽ കളേഴ്സാണൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് വേണ്ട ഡിസൈൻ ഒന്ന് പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ട്. പെൻസിൽ കൊണ്ട് വരച്ചെടുത്ത ഡിസൈൻ നമുക്കൊരു ഫൈൻ ടിപ്പ് മാർക്കർ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം പേപ്പറിൻ്റെ മുകളറ്റത്തായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടാസിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാസിൽ മേക്കിംഗ് ഞാനിതിൽ കാണിക്കുന്നില്ല, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അടുത്ത ബുക്ക് മാർക്കിനായിട്ടുള്ള പേപ്പർ നമ്മൾ വേണ്ട അളവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ആണ് വരച്ചു കൊടുക്കുന്നത്. ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഈ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക. ബിയുടെ ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ തലഭാഗം മാത്രം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. വാ വരുന്ന ഭാഗം മാത്രം ഒരു കർവ് ഷേപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ബിയുടെ വായുടെ ഇടതുവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഗ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം ഒന്ന് അകത്തേക്ക് മടക്കുക. അതിനുശേഷം സർക്കിൾ പോലെ തിരിച്ച് വെളിയിലേക്ക് വരുന്ന രീതിയിൽ, കണ്ണ് വായുടെ മുകളിൽ വരുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കുക. ഒന്നുകൂടി കാണിക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഗ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതും ഒരു കോർണർ ബുക്ക് മാർക്കാണ്. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.